എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് 9th ക്ലാസ്സിലെ ഹിന്ദി NCERT സ്പർശ് എന്ന പുസ്തകത്തിലെ ആദ്യത്തെ ചാപ്റ്ററായ ദുഃഖ് കാ അധികാറിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. NCERT സൈറ്റിലുള്ള സെയിം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ നോക്കാം. നിമ്നലിഖിത് പ്രശ്നോ കെ ഉത്തർ ഏക് ദോ പങ്ക്തിയോ മേ ദീജിയെ. ഈ താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഒന്നോ രണ്ടോ ലൈനിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ചെറിയ ആൻസേഴ്സ് ആണ്. കിസി വ്യക്തി की पोशाक को देखकर हमें क्या पता चलता है. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഡ്രസ്സിങ് കണ്ടിട്ട് നമ്മൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുക? किसी व्यक्ति की पोशाक देखकर हमें उसका दर्जा तथा उसके अधिकारों का ज्ञान होता है. किसी व्यक्ति की पोशाक देखकर ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. ആരുടെയെങ്കിലും ഡ്രസ്സിങ്, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഡ്രസ്സിങ് കണ്ടിട്ട് നമ്മൾക്ക് ഉസ്കാ ദർജ, അവരുടെ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ്, അല്ലെങ്കിൽ ഹയർ ലെവലിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ, അങ്ങനെ പല ക്ലാസ്സുകളും നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അവർ ഏത് കാറ്റഗറിയിൽ പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഉസ്കെ അധികാരോं का ज्ञान होता है. അവരുടെ അധികാരങ്ങളെ പറ്റിയിട്ടുള്ള അറിവും നമ്മൾക്ക് മനസ്സിലാക്കാൻ കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? അധികാരം എന്ന് പറഞ്ഞാൽ അവരുടെ സോഷ്യൽ സ്റ്റേറ്റസ്, അവരെ സമാജത്തിൽ അവരുടെ വില എന്താണോ, എത്ര ആൾക്കാർ അവരെ മാനിക്കുന്നുണ്ടോ, പറഞ്ഞാൽ അവരെങ്ങനെയാണ് അറിയപ്പെടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കും. അടുത്തത്, ഖർബൂജെ ബേച്ചനെ വാലി സ്ത്രീ സെ കോയി ഖർബൂജെ ക്യൂ നഹി ഖരീദ് രഹാ താ. ഖർബൂജ വിൽക്കുന്നുണ്ടായിരുന്ന സ്ത്രീയുടെ അടുത്തുനിന്ന് ആരും ഖർബൂജ എന്തുകൊണ്ടാണ് വാങ്ങിക്കാതിരുന്നത്? ഖർബൂജെ ബേച്ചനെ വാലി അപ്നെ പുത്ര കി മൗത് കാ ഏക് ദിൻ ബീത്തെ ബിനാ ഖർബൂജെ ബേച്ചനെ ആയി തീ. ഖർബൂജെ ബേച്ചനെ വാലി, ഖർബൂജ വിൽക്കുന്ന സ്ത്രീ അപ്നെ പുത്ര കി മൗത് കാ, തൻ്റെ മകൻ മരിച്ചിട്ട് ഏക് ദിൻ ബീത്തെ ബിന, ഒരു ദിവസം കൂടി മുഴുവൻ കഴിയാത്തതിന് മുന്നേ തന്നെ ഖർബൂജെ ബേച്ചനെ ആയി തീ, ഖർബൂജ വിൽക്കാൻ വേണ്ടി വന്നിരുന്നു. സൂതക് വാലെ ഘർ കെ ഖർബൂജെ ഖാനെ സെ ലോഗോं का अपना धर्म भ्रष्ट होने का भय सता रहा था. സൂതക് വാലെ ഘർ എന്ന് പറഞ്ഞാൽ പേലയുള്ള വീട്. നമ്മൾ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ 15 ദിവസം, 12 ദിവസം, 10 ദിവസം, ഓരോരവിടെ ഓരോ തരമാണ്. ഞാൻ ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പേല ഉണ്ടാവും അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ സൂതക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീട്ടിൽ പെല ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള വീട്ടിലെ ഖർബൂജ ഖാനേസെ ലോഗോങ്ക, അങ്ങനെയുള്ള വീട്ടിലെ ഖർബൂജ തിന്നുന്നത് കൊണ്ട് ജനങ്ങൾക്ക് അവർക്ക് എന്താണ് അപ്ന ധർമ്മ ഭ്രഷ്ട് ഹോനേക്ക ഭയ, തങ്ങളുടെ ധർമ്മങ്ങളെല്ലാം നശിച്ചു പോകും, ഇല്ലാതാകും, അതൊക്കെ സ്പോയിലായി പോകുന്നുള്ള ഒരു ഭയം അവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇസ്ലിയെ ഉസ്സെ കോയി തർബൂജ നഹി ഖരീദ് രഹാ താ. അതുകൊണ്ടാണ് ആ സ്ത്രീൻ്റെ കയ്യിൽ നിന്ന് ആരും തർബൂജ വാങ്ങിക്കാതെ ഇരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഉസ് സ്ത്രീ കോ ദേക്കർ ലേഖക് കോ കൈസാ ലഗാ. ആ സ്ത്രീനെ കണ്ടിട്ട് ലേഖകന് എങ്ങനെയാണ് തോന്നിയത്? ഉസ് സ്ത്രീ കോ ഫുട്പാത്ത് പർ റോത്ത ദേക്കർ ലേഖക് കെ മൻ മേ വ്യഥ ഊട്ടി. ആ സ്ത്രീനെ ഫുട്പാത്തിലിരുന്ന് കരയുന്നത് കണ്ടിട്ട് ലേഖകൻ്റെ മനസ്സിൽ വളരെ ദുഃഖം തോന്നി. വഹ ഉസ്കെ ദുഃഖ് കോ ജാനനെ കെ ലിയെ ബേചൈൻ ഹോ ഉഠാ. ലേഖകൻ അവരുടെ ദുഃഖം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വളരെ ബേചൈൻ ആയിരുന്നു, എന്ന് പറഞ്ഞാൽ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഉസ് സ്ത്രീക്ക് ലड़के മൃത്യു കാ കാരൺ ക്യാ താ. ആ സ്ത്രീൻ്റെ മകൻ്റെ മരണത്തിനുള്ള കാരണം എന്തായിരുന്നു? ഉസ് സ്ത്രീക്ക് ലड़के മൃത്യു കാ കാരൺ താ. ആ സ്ത്രീൻ്റെ മകൻ്റെ മരണത്തിനുള്ള കാരണം ആയിരുന്നു സാംപ് ദ്വാര ഢസ് ലിയാ ജാന. പാമ്പ് കടി ഏൽറ്റത്. പാമ്പ് കടിച്ചത് കൊണ്ടാണ് ആ സ്ത്രീൻ്റെ മകൻ മരിച്ചത്. ഢസ്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പ് കടിക്കുക എന്നുള്ളതിന് ഹിന്ദിയിൽ പറയും ഢസ്ന എന്ന്. നമ്മൾ കാട്ടന എന്ന് പറയില്ല, അത് തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി ശരിയായിട്ടുള്ള വേർഡ് ഇങ്ങനെ പറയും. വഹ മു അന്ധേരെ ഖേത് മേ തർബൂജെ തോട് രഹാ താ. അവൻ രാവിലെ നേരത്തെ ഇരുട്ടായിട്ടുള്ള സമയത്ത് ഖർബൂജ പറിക്കുകയായിരുന്നു വയലിൽ നിന്ന്, ഖേത്തിൽ നിന്ന്. ഉസി സമയ ഉസ്കാ പേർ ഏക് സാംപ് പർ പട് ഗയാ താ. ആ സമയത്ത് അവൻ്റെ കാല് ഒരു പാമ്പിൻ്റെ മേലെ തട്ടി. അങ്ങനെയാണ് അവൻ മരണപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ബുഡിയ കോ കോയി ഭി ക്യൂ ഉദാർ നഹി ദേത്ത. ആ വയസ്സായ സ്ത്രീക്ക് ആരും എന്തുകൊണ്ടാണ് കടം കൊടുക്കാതിരുന്നത്? സ്ത്രീ കാ കമാവു ബേട്ട മർ ചുക്കാ താ. ആ സ്ത്രീൻ്റെ കമാവു ബേട്ട എന്ന് വെച്ചാൽ കമാനെ വാല ബേട്ട, പറഞ്ഞാൽ പൈസ സമ്പാദിക്കുന്ന മകൻ, പറഞ്ഞാൽ അവരുടെ ഫാമിലിയിൽ മകനാണ് വീട്ടിലേക്ക് വേണ്ടി പൈസ സമ്പാദിക്കുന്നത്. അപ്പോൾ അവൻ തന്നെ മർ ചുക്കാ താ, മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതഹ പൈസെ വാപ്പസ് ന മിൽനെ കി ആശങ്ക കെ കാരൺ കോയി ഉസെ ഇക്കന്നി ദുവന്നി ബി ഉദാർ നഹി ദേത്ത. അതിൻ്റെ അർത്ഥം പൈസ വാപ്പസ് ന മിൽനേക്ക് ആശങ്ക, പൈസ തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയുടെ കാരണത്താൽ
കോയി ഉസെ ആരും അവർക്ക് ഇക്കന്നി ദുവന്നി ഭി പറഞ്ഞാൽ ഒരെണ്ണയോ രണ്ടെണ്ണയോ കൂടി ഉദാർ നഹി ദേത്ത കടം കൊടുത്തിരുന്നില്ല. ഇക്കന്നി ദുവന്നി എന്ന് എഴുതിയില്ലെങ്കിലും വിരോധമില്ല കേട്ടോ. ആശങ്കാക്കെ കാരൻ കോയി ഉസെ ഉദാർ നഹി ദേത്ത എന്ന് വെച്ചാലും മതി, ഇത്ര എഴുതിയാലും മതി. ഇക്കന്നി ദുവന്നി ഭി എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അടുത്തത് 25 to 30 വേർഡ്സിൽ ആൻസേഴ്സ് എഴുതാനുള്ളതാണ്. മനുഷ്യക്ക് ജീവൻ മേ പോഷാക് കാ ക്യാ മഹത്വ ഹൈ. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഡ്രസ്സിൻ്റെ മഹത്വം എന്താണ്? മനുഷ്യക്ക് ജീവൻ മേ പോഷാക് കാ ബഹുത് മഹത്വ ഹൈ. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഡ്രസ്സിൻ്റെ ഒരുപാട് മഹത്വം ഉണ്ട്. പോഷാക് ഹി മനുഷ്യക്ക് സാമാജിക് ഓർ ആർത്തിക് സ്ഥിതി ദർശാത്തി ഹൈ. ഡ്രസ്സ് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഡ്രസ്സ് തന്നെയാണ് ഒരു മനുഷ്യൻ്റെ സമാജത്തിലെ, സൊസൈറ്റിയിലെ അല്ലെങ്കിൽ സമൂഹത്തിലെ അവസ്ഥ. പറഞ്ഞാൽ അവർക്ക് സമൂഹത്തിൽ എന്ത് സ്ഥാനമാനങ്ങളാണ് ഉള്ളത്, പറഞ്ഞാൽ അവർ ഏത് കാറ്റഗറിയിൽപ്പെട്ടതാണ് എന്നുള്ള ഒരു അവസ്ഥയും, പിന്നെ ആർത്തിക് സ്ഥിതി എന്ന് പറഞ്ഞാൽ അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റസും കാണിക്കുന്നത്, മനസ്സിലാക്കി തരുന്നത് അവരുടെ വസ്ത്രം തന്നെയാണ്. പോഷാക് ഹി മനുഷ്യക്കോ മനുഷ്യമേ ഭേദ് കർത്തി ഹൈ. വസ്ത്രം കൊണ്ട് തന്നെയാണ് മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഡിവൈഡ് ആവുന്നത്. പറഞ്ഞാൽ ഇവർ ആ കാറ്റഗറി, ഇവർ ഈ കാറ്റഗറിയിൽ നിന്ന് ഡിവൈഡ് ആകുന്നതും എങ്ങനെയാണ്? മനുഷ്യൻ്റെ വസ്ത്രം കൊണ്ട് തന്നെയാണ്. പോഷാക് ഹി ഉസെ ആദർ കാ പാത്ര ബനാത്തി ഹൈ. വസ്ത്രങ്ങൾ കൊണ്ട് തന്നെയാണ് നമുക്ക് ബഹുമാനം കിട്ടുന്നത്, ആദരവ്, മനുഷ്യരുടെ നിന്ന് മറ്റുള്ളവരുടെ നിന്ന് റെസ്പെക്റ്റ് കിട്ടുന്നതും പോഷാക് തന്നെയാണ്, പറഞ്ഞാൽ വസ്ത്രം തന്നെയാണ്. തഥാ നീച്ചെ ജുക്നെ സെ റോക്തി ഹൈ. ചില സമയത്ത് നമ്മൾ നമ്മൾ കുറച്ചും കൂടി താണു പോകാനുള്ളതെന്ന് നമ്മളെ തടഞ്ഞു നിർത്തുന്നതും വസ്ത്രം തന്നെയാണ്. താണു പോകുന്നതെന്ന് തടഞ്ഞു നിർത്താൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിൽ എക്സാമ്പിൾ ചാപ്റ്ററിലുള്ളത് തന്നെയാണ്. ലേഖകന് എന്താണെന്ന് ചോദിച്ചറിയണമെന്നുണ്ടായിരുന്നു ആ സ്ത്രീൻ്റെ ദുഃഖം എന്താണെന്ന്. പക്ഷേ എന്നാലും മടി തോന്നി, ആ സ്ത്രീൻ്റെ അടുത്ത് പോയി ഇരുന്ന് ചോദിക്കാൻ മടി തോന്നി. കാരണം ആ സ്ത്രീൻ്റെ വസ്ത്രരീതിയും പിന്നെ ലേഖകൻ ഇട്ടിരിക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ട്. അതുതന്നെയാണ് അതിന് എക്സാമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ, പോഷാക് ഹമാരെ ലിയെ കബ് ബന്ധൻ ഓർ അഡ്ചൻ ബൻ ജാത്തി ഹൈ. ഡ്രസ്സ് നമുക്ക് എപ്പോഴാണ് ബന്ധനവും അല്ലെങ്കിൽ തടസ്സവും ആയി മാറുന്നത്? जब हम अपने से कम हैसियत रखने वाले मनुष्य के साथ बात करते हैं. നമ്മൾ എപ്പോഴാണോ നമ്മളെക്കാട്ടിലും കുറഞ്ഞ യോഗ്യതയുള്ളവർ, ഹാസിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോഗ്യത അല്ലെങ്കിൽ കപ്പാസിറ്റി എന്നൊക്കെ പറയാം, കുറഞ്ഞ യോഗ്യതയുള്ളവരുമായിട്ട് മനുഷ്യക്ക് സാത്ത് ബാത് കർത്തേ ഹെ, അങ്ങനെയുള്ളവരായിട്ട് നമ്മൾ സംസാരിക്കുന്നത്, നമ്മളെക്കാട്ടിലും കുറച്ച് താണ ലെവലിലുള്ളവരായിട്ട് സംസാരിക്കുന്നത്. തോ ഹമാരി പോഷാക് ഹമേ ऐसा नहीं करने देती. അപ്പം നമുക്ക് നമ്മളുടെ വസ്ത്രം അങ്ങനെ ചെയ്യാൻ സമ്മതിക്കില്ല, പറഞ്ഞാൽ നമുക്കൊരു കുറവ് തോന്നും എന്നാണ് പറയുന്നത്. ഹം സ്വയം കോ ബഡാ മാൻ ബൈഠത്തെ ഹെ. അതെന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്? കാരണം നമ്മൾ സ്വയം നമ്മളെ വലിയതായിട്ട് വിചാരിക്കും. നമ്മളെന്തോ വലിയ ആൾക്കാരും നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആൾക്കാർ ചെറുതും. വസ്ത്രം കൊണ്ട്, ആ ഇട്ടിരിക്കുന്ന വസ്ത്രം കൊണ്ട് നമ്മളങ്ങനെ സ്വയം തീരുമാനിക്കുകയാണ്. ഓർ സാമ്നെ വാലോം കോ ചോട്ടാ മാൻകർ. പിന്നെ സാമ്നെ വാലെ, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആൾ ചെറുത് എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കും. ഉസ്കെ സാത്ത് ബൈഠനെ തഥാ ബാത് കർനെ മേ സങ്കോച്ച് അനുഭവ് കർത്തേ ഹെ. അങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ട് അവരുടെ കൂടെ ഇരിക്കാനും സംസാരിക്കാനും സങ്കോചിക്കുന്നു, അല്ലേ? സങ്കോച്ച് അനുഭവ് കർത്തേ ഹെ, സങ്കോചിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വസ്ത്രം ചില സ്ഥലങ്ങളിൽ നമുക്ക് തടസ്സമായി മാറുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലേഖക് ഉസ് സ്ത്രീക്ക് റോനെ കാ കാരൺ ക്യൂ നഹി ജാൻ പായ. ലേഖകൻ ആ സ്ത്രീ കരയണതിൻ്റെ കാരണം എന്തുകൊണ്ട് അറിയാൻ കഴിഞ്ഞില്ല ലേഖകന്. ലേഖക് ഉസ് സ്ത്രീക്ക് റോനെ കാ കാരൺ ഇസ്ലിയെ നഹി ജാൻ പായ ക്യൂങ്കി. ലേഖകന് ആ സ്ത്രീ കരയുന്ന കാരണം അറിയാൻ കഴിഞ്ഞിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ रोती हुई स्त्री को देखकर लेखक के मन में एक व्यथा उठी. ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീനെ കണ്ടിട്ട് ലേഖകൻ്റെ മനസ്സിൽ ഒരു വ്യസനം അല്ലെങ്കിൽ ഒരു വിഷമം തോന്നി, ദുഃഖം തോന്നി. पर अपनी अच्छी और ഉച്ചകോട്ടിക്ക് പോഷാക്കിയ കാരണം, തൻ്റെ നല്ലതും കുറച്ച് ഉച്ചകോട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹൈ ലെവലായിട്ടുള്ള നല്ല രീതിയിലുള്ള പോഷാക്കിയ കാരണം, വസ്ത്രം ധരിച്ചിരിക്കുന്ന കാരണത്താൽ ഫുട്പാത്ത് പർ നഹി ബൈഠ് സക്താ താ. അവിടെ പോയി ഫുട്പാത്തിൽ ഇരിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന്. പറഞ്ഞാൽ അവിടെ ഇരുന്ന് അടുത്ത് പോയി ഇരുന്നാലേ ആ സ്ത്രീൻ്റെ അടുത്ത് കാരണം ചോദിച്ചറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യൻ, ഭഗവാന അപ്പനെ പരിവാർ കാ നിർവാഹ കേസെ കർത്താ താ. ഭഗവാന തൻ്റെ കുടുംബത്തിനെ എങ്ങനെയാണ് പോറ്റിയിട്ടുണ്ടായിരുന്നത്, എങ്ങനെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് കുടുംബത്തിനെ? ഭഗവാന ഷഹർ കെ പാസ് 1.5 बीघा ജമീൻ പർ ഹരി തർക്കാരിയാ തഥാ കർബൂജെ ഉഗായ കർത്താ താ. ഭഗവാന ടൗണിൻ്റെ അടുത്തുള്ള 1.5 बीघा സ്ഥലത്ത് ഹരി തർക്കാരിയ പച്ചക്കറികളും
തഥാ കർബൂജെ, പിന്നെ കർബൂജും ഉഗായ കർത്താത്ത, കൃഷി ചെയ്യുമായിരുന്നു. വഹ റോജ് ഹി ഉനെ സബ്ജി മണ്ഡി യ ഫുട്പാത്ത് പർ ബൈഠ്കർ ബേച്ചാ കർത്താത്ത. പിന്നെ ഡെയിലി അതിന്ന് കിട്ടുന്ന പച്ചക്കറികൾ അല്ലെങ്കിൽ തർബൂജ് സബ്ജി മണ്ടിയിൽ കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ അവിടെ ഫുട്പാത്തിലിരുന്നോ വിൽക്കുമായിരുന്നു. ഇസ് പ്രകാർ ഇങ്ങനെ വഹ കച്ചിയാരി കർക്കെ, പറഞ്ഞാൽ സബ്ജികൾ പറഞ്ഞാൽ പച്ചക്കറികളുടെ കൃഷി ചെയ്തിട്ട് അപ്പനെ പരിവാർക്ക നിർവാഹ കർത്താത, തൻ്റെ കുടുംബം പോറ്റിയിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ലड़के की मृत्यु के दूसरे ही दिन बुढ़िया खरबूजे बेचने क्यों चल पड़ी? മകൻ മരിച്ച പിറ്റേ ദിവസം തന്നെ ആ വയസ്സായ സ്ത്രീ എന്തിനാണ് ഖർബൂജ വിൽക്കാൻ പോയത്? उत्तर, लड़के की मृत्यु के दिन ही खरबूजे बेचने जाना बुढ़िया की घोर विवशता थी. മകൻ മരിച്ച ദിവസം തന്നെ കർബൂജ വിൽക്കാൻ പോയത് ആ സ്ത്രീൻ്റെ ഘോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വിവശതയായിരുന്നു. വിവശത എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരുന്നു. പറഞ്ഞാൽ വീട്ടിൽ വല്ലാത്ത ബുദ്ധിമുട്ടുകൾ കൊണ്ട് കണ്ടു നിൽക്കാനാവാതെയാണ് അത് വിൽക്കാൻ വേണ്ടി പുറപ്പെട്ടത്. सांप के हंसे नल्ला तो अदर ढसे हाला ढा. सांप के ढसे लड़के की जाड़ फेंक अल्ला फूक, जाड़ फूक कराने नाग देवता की पूजा और मृत्यु के बाद अंत्योष्टि करने में हुए खर्च के कारण उसके घर में अनाज का दान भी न बचा था. അപ്പോൾ സാമ്പ് കെ ഡസെ ലടുക്കേക്ക് ജാഡ് ഫൂക്ക് കറാനെ, പാമ്പ് കടിച്ച മകൻ്റെ ജാഡ് ഫൂക്ക് ചെയ്യിപ്പിക്കാൻ പറഞ്ഞാൽ അതിനെ ഇറക്കലും ഒക്കെ ഇല്ലേ, അതൊക്കെ ചെയ്യിപ്പിക്കുക, അതാണ് ജാഡ് ഫൂക്ക് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെ നാഗദേവതയുടെ പൂജ ചെയ്യിപ്പിക്കുക, കാരണം പാമ്പ് കടിച്ചതല്ലേ, അതുകൊണ്ട് അതാണ് നാഗദേവതയുടെ പൂജ ചെയ്യിപ്പിക്കുന്നത്. പിന്നെ മൃത്യു കെ ബാദ്, അങ്ങനെ മരിച്ചുപോയി, അപ്പം മരിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം അന്ത്യോഷ്ടി കർണേമേ, അന്തിമ കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ, അതിനൊക്കെ പൈസ ആവശ്യമല്ലേ. ഹുയെ ഖർച്ച് കെ കാരൻ, അതിനൊക്കെ കുറച്ച് പൈസ ചിലവായി. ആ ചിലവായതിൻ്റെ കാരണത്താൽ ഉസ്കിൻ്റെ വീട്ടിൽ ഒരു ധാന്യത്തിൻ്റെ ഒരു തരി പോലും അവശേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യൻ, बुढ़िया के दुख को देखकर लेखक को अपने पड़ोस की संभ्रांत महिला की याद क्यों आई? ആ വയസ്സായ സ്ത്രീൻ്റെ ദുഃഖം കണ്ടിട്ട് ലേഖകന് തൻ്റെ അയൽവാസിയായിട്ടുള്ള പറഞ്ഞ നല്ല സ്ത്രീ, സൊസൈറ്റിയിൽ വിലയൊക്കെയുള്ള ഒരു സ്ത്രീൻ്റെ ഓർമ്മ എന്തുകൊണ്ടാണ് വന്നത്? ലേഖകനെ ബുഡിയ കെ പുത്ര ഷോക്കോ ദേഖ, ലേഖകൻ ആ വയസ്സായ സ്ത്രീൻ്റെ മകൻ്റെ ദുഃഖം കണ്ടു. ഉസ്നെ അനുഭവ് കിയാ കി ഇസെ ബേചാരി के पास रोने धोने का भी समय और अधिकार नहीं है. അപ്പോൾ ലേഖകന് അത് അനുഭവം തോന്നി, പറഞ്ഞാൽ അത് മനസ്സിലായി. ഇസ് ബേചാരി എന്നാണ് കേട്ടോ, ഇസേ ബേചാരി എന്നല്ല, ഇസ് ബേചാരി കെ പാസ്, ഈ പാവത്തിൻ്റെ അടുത്ത് കരയാനുള്ള സമയം കൂടിയില്ല, അധികാരവും ഇല്ല, കരയാനുള്ള സമയവും അധികാരവും ഒന്നുമില്ല എന്ന് ലേഖകന് മനസ്സിലായി. തബി ഉസ്കി തുലനാമേ ഉസെ അപ്നെ പടോസ് കി സംഭ്രാന്ത് മഹിള കി യാദ് ആ ഗയി. അതുകൊണ്ടാണ് ഈ സ്ത്രീനെ കമ്പയർ ചെയ്തുകൊണ്ട് തൻ്റെ അയൽവാസിയായിട്ടുള്ള ആ സ്ത്രീനെയും ഓർമ്മ വന്നത്. വഹ മഹിള പുത്രശോക് മേ 2.5 മഹീനെ തക് പലങ് പർ പടി രഹി തി. അപ്പോൾ ഈ ലേഖകൻ്റെ അയൽവാസിയായിട്ടുള്ള സ്ത്രീ എന്താണ്, പിന്നെ മകൻ മരിച്ചതിന് ശേഷം 2.5 മാസം വരെ കട്ടിലിൽ തന്നെ ആയിരുന്നു, കട്ടിലിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ലേഖകൻ രണ്ടുകൂടി കമ്പയർ ചെയ്യായിരുന്നു, എങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻസ് അവിടെ എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ 50 to 60 വേർഡ്സിൽ ആൻസേഴ്സ് എഴുതാനുള്ളതാണ്. ബാജാർ കെ ലോഗ് खरबूजे बेचने वाली स्त्री के बारे में क्या क्या कह रहे थे, अपने शब्दों में लिखिए. ആ ബജാറിലുള്ള ആൾക്കാർ ഖർബൂജ വിൽക്കുന്ന സ്ത്രീനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സ്വയം വേർഡ്സിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. പറഞ്ഞാൽ പലരും പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അതാണ് പറയുന്നത്. बाजार के लोग खरबूजे बेचने वाली महिला के बारे में तरह तरह की बातें कहते हुए താനെ ദേ രഹേ തേ. ബജാറിലുള്ള ആൾക്കാർ തർബൂജ വിൽക്കുന്ന സ്ത്രീനെ പറ്റിയിട്ട് തരഹ ബാത്തേ, പലതരത്തിലുള്ള വർത്തമാനങ്ങൾ പറയുണ്ടായിരുന്നു. താനെ ദേ രഹേ തേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത വാക്കുകൾ പറഞ്ഞാൽ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. താന ദേന എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കർണ അല്ലെങ്കിൽ ഭല ബുറ കഹന എന്നൊക്കെ പറയാം ഹിന്ദിയിൽ. ഓർ ധിക്കാർ രഹേത്തെ പറഞ്ഞാൽ ധിക്കരിക്കുക എന്ന് പറയില്ല, അത് തന്നെയാണ്. ധിക്കാർന എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വെർബായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പറഞ്ഞാൽ അതേ തന്നെയാണ്, പറഞ്ഞാൽ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയുന്നുണ്ടായിരുന്നു അവരെക്കുറിച്ചിട്ട്. ഉന്മേ സെ കോയി കെഹ രഹാ താ, അതിൽ ആരോ പറയുന്നുണ്ടായിരുന്നു
कि बुढ़िया कितनी बेहया है जो अपने बेटे के मरने के बाद ही खरबൂजे बेचने चली आई. ഈ വയസ്സായ സ്ത്രീ എത്ര ബേഹയ എന്ന് പറഞ്ഞാൽ ബേശരം എന്ന് പറഞ്ഞാൽ നാണമില്ലാത്തവൾ, ശരം എന്ന് പറഞ്ഞാൽ നാണം, ബേശരം നാണമില്ലാത്തത്. അപ്പോൾ ബേഹയായിൻ്റെ അർത്ഥം ബേശരം. അപ്പോൾ എത്ര നാണമില്ലാത്തവരാണ് ഇവർ. ജോ അപ്നെ ബേട്ടയ്ക്ക് മരണേക്ക് ദിൻ, മകൻ മരിച്ച ദിവസം തന്നെ ഖർബൂജ വിൽക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ വന്നിരിക്കുന്നു എന്നൊരാൾ പറഞ്ഞു. ദൂസരെ സജ്ജൻ കെഹരഹത്തെ, ഇനിയൊരു മനുഷ്യൻ പറയുണ്ടായിരുന്നു कि जैसी नीयत होती है अल्लाह वैसे ही बरकत देता है. നിങ്ങളുടെ നീയത്ത് എങ്ങനെയാണോ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണോ, നിങ്ങളുടെ മനസ്സിലെ ഉദ്ദേശങ്ങൾ, അതാണ് നീയത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടുള്ള ബർക്കത്ത് നിങ്ങൾക്ക് അല്ലാഹ് തരും എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനിയൊരാൾ പറഞ്ഞാൽ നമ്മൾ നല്ലത് ചെയ്താൽ നല്ലത്, നന്നല്ലാത്തത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നല്ലാത്തതായിരിക്കും എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. सामने फुटपाथ पर दिया सलाई से कान खुजलाते हुए एक आदमी कह रहा था. പിന്നെ ഫുട്പാത്തിൽ നിന്നിട്ട് ഒരാൾ തീപ്പെട്ടി കൊള്ളിക്കൊണ്ട് കാതിലിങ്ങനെ തിരിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, അരെ ഇൻ ലോഗോं का क्या है, ഇവരുടെയൊക്കെ എന്താണ്, യേ കമീനെ ലോഗ് റോട്ടിക്ക് ടുക്കടെ പർ ജാൻ ദേത്തെ ഹേ. കമീന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരുതാത്ത പ്രവർത്തികൾ ചെയ്യുന്ന ഒരാൾ, പറഞ്ഞാൽ എന്തും നേരമാർഗ്ഗം അല്ലാതെ വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് കമീന. പിന്നെ സ്ത്രീലിംഗം കമീനി, കമീനെ എന്ന് പറയുമ്പോൾ ബഹുവചനം. അപ്പോൾ അങ്ങനെ അതൊരു തെറിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ റോട്ടിക്ക് ടുക്കടേപ്പർ പറഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ജാൻ ദേത്തെ ഹെ, ജീവനും കൊടുക്കും. അങ്ങനെയാണ് ഇവരൊക്കെ. ഇൻകെ ലിയെ ബേട്ടാ ബേട്ടി കസം ലുഗായി ഈമാൻ ധരം സബ് റോട്ടി കാ ടുക്കട ഹെ. ഇങ്ങനെയുള്ളവർക്ക് മകളാണെങ്കിലും മകനാണെങ്കിലും അല്ലെങ്കിൽ കസം ലുഗായി എന്ന് പറഞ്ഞാൽ ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും ഈമാൻ ധരം, ഈമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിശ്വാസം, നമ്മളുടെ ബിലീഫ് അല്ലെങ്കിൽ ധർമ്മം, ഇതെല്ലാം എന്താണ്, റൊട്ടിക്ക ടുക്കട ഹെ, ഒരു റൊട്ടിയുടെ കഷ്ണമാണിത്. അതിൻ്റെ അർത്ഥം ഇതെല്ലാം ആഹാരമാണ്, അവരതിനു വേണ്ടി എന്തും ചെയ്യും എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പാസ് പടോസ് കി ദുക്കാനോ സെ പൂച്ച്നെ പർ ലേഖക് കോ ക്യാ പതാ ചലാ. അടുത്തുള്ള ഷോപ്പുകളിൽ ചോദിച്ചിട്ട് ലേഖകന് എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പാസ് പടോസ് കി ദുക്കാനോ സെ പൂച്ച്നെ പർ ലേഖക് കോ പതാ ചലാ കി, അടുത്തുള്ള ഷോപ്പുകളിൽ ചോദിച്ചിട്ട് ലേഖകന് മനസ്സിലായി എന്തെന്ന് വെച്ചാൽ, ബുഡിയ കാ ഏക് ജവാൻ പുത്രത, ആ വയസ്സായ സ്ത്രീയുടെ ഒരു ജവാനായിട്ടുള്ള യങ് ആയിട്ടുള്ള ഒരു മകനുണ്ടായിരുന്നു, ഭഗ്വാന, അവൻ്റെ പേരാണ് ഭഗ്വാന. വഹ് 23 സാൽ കാ താ, അവൻ 23 വയസ്സായിരുന്നു. वह शहर के पास 1.5 बीघे ज़मीन पर सब्जियां उगाकर बेचा करता था. അവൻ ടൗണിൻ്റെ അടുത്ത് 1.5 ബീഘ സ്ഥലത്ത് പച്ചക്കറികൾ നട്ട് വളർത്തി കൃഷി ചെയ്തിട്ട് അതിനെ വിറ്റിട്ടായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. एक दिन पहले सुबह सवेरे वह पके हुए खरबूजे തോട് रहा था. ഒരു ദിവസം അവൻ അതിരാവിലെ ഇരുട്ടുള്ള സമയത്ത്, പെഹലെ സുബ സവേരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിരാവിലെ, പക്കെ ഹുയെ ഖർബൂജെ നല്ല പഴുത്ത ഖർബൂജ മസ്ക് മെലണെല്ലാം പറക്കിയായിരുന്നു. ഉസ്കാ पैर एक सांप पर पड़ गया, അവൻ്റെ കാല് ഒരു പാമ്പിൻ്റെ മേലെ തട്ടി. സാപ്പിനെ ഉസെ ഡസ് ലിയ, പാമ്പ് അവനെ കൊത്തി അല്ലെങ്കിൽ കടിച്ചു എന്ന് വേണം പറയാം. ജിസ്സെ ഉസ്കി മൗത്ത് ഹോ ഗയി, അങ്ങനെയാണ് അവൻ മരിച്ചത്. ഉസ്കെ മർനെ കെ ബാദ് ഘർ കാ ഗുസാര കർനെ വാല കോയി നഹി താ, അവൻ മരിച്ചതിന് ശേഷം വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ, വീട്ടിലെ ചെലവ് നോക്കാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതഹ മജ്ബൂരി മേ ഉസെ അഗ്ലേ ഹി ദിൻ ഖർബൂജെ ബേച്ചനെ കെ ലിയെ ബാജാർ മേ ബൈഠന പട. അതിൻ്റെ അർത്ഥം എന്താണ്, മജ്ബൂരി മേ നിവൃത്തികേട് കൊണ്ട്, വേറൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ട് നെക്സ്റ്റ് ഡേ തന്നെ ഖർബൂജ വിൽക്കാൻ വേണ്ടിയിട്ട് ആ സ്ത്രീന് ബജാറിൽ വന്നിരിക്കേണ്ടി വന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ലഡ്കെ കോ ബച്ചാനെ കെ ലിയെ ബുഡിയ മാനെ ക്യാ ക്യാ ഉപായ് കിയേ. മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വയസ്സായ അമ്മ എന്തൊക്കെ ഉപായങ്ങളാണ് ചെയ്തത്. लड़के को बचाने के लिए बुढ़िया ने वह सब उपाय किए जो उसकी सामर्थ्य में थे. മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വയസ്സായ അമ്മ എന്തൊക്കെ ഉപായങ്ങളാണ് ചെയ്തതെന്ന് വെച്ചാൽ, അവരവരുടെ കഴിവിനനുസരിച്ചിട്ടുള്ള, സാമർഥ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവരുടെ കപ്പാസിറ്റി, അവരുടെ ആ ലിമിറ്റ്, അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. सांप का विष उतारने के लिए जाड़ फेंक करने वाला ओछा को बुला लाई. പാമ്പിൻ്റെ വിഷം ഇറക്കാൻ വേണ്ടിയിട്ട് ജാഡ് ഫേക്ക് അല്ല ജാഡ് ഫൂക്ക് എന്നാണ്. അപ്പോൾ ജാഡ് ഫൂക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇറക്കാൻ ചെയ്യണ കാര്യങ്ങൾ അതിനെയാണ് പറയുന്നത്. ഓച്ച എന്ന് പറഞ്ഞാൽ ആ ചെയ്യുന്ന ആളെ, അപ്പോൾ ആ ചെയ്യുന്ന ആളെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു കൊണ്ടുവന്നു. ഓച്ചാനെ ജാഡ് ഫൂക്കി, അയാൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തു. നാഗദേവതാക്കി പൂജ കീ ഗയി, നാഗദേവതയുടെ പൂജ ചെയ്യിപ്പിച്ചു. ഓർ ഘർ കാ ആട്ട ഓർ അനാജ് ദാൻ ദക്ഷിണ കെ രൂപ മേ ദേ ദിയാ ഗയ, വീട്ടിൽ ഉള്ള ആട്ടയും ധാന്യങ്ങളുമെല്ലാം
എല്ലാം ദാനദക്ഷിണയായിട്ട് കൊടുത്തു, അങ്ങേർക്ക് കൊടുത്തു. ഉസ്നെ അപ്നെ ബേട്ടയ്ക്ക് പേർ പക്കഡ്കർ വിലാപ് കിയ, പിന്നെ തൻ്റെ മകൻ്റെ കാല് പിടിച്ച് കരഞ്ഞു ഈ സ്ത്രീ. പർവിഷ് കെ പ്രഭാവ് സെ ശരീർ കാല പടുക, എന്നാൽ മുഴുവനും ശരീരം മുഴുവനും വിഷമായി കഴിഞ്ഞിരുന്നു, വിഷം എത്തിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് എന്താണ്, മുഴുവനും ശരീരം കറുപ്പ് നിറമായി. ഓർ വഹ മൃത്യു കോ പ്രാപ്ത് കർ ഗയ, പിന്നെ അവൻ മരിച്ചു. അങ്ങനെ ലേഖക് ने बुढ़िया के दुख का अंदाज़ा कैसे लगाया? ലേഖകൻ ഈ സ്ത്രീൻ്റെ ദുഃഖത്തിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അന്താസ ലഗാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കണക്ക് കൂട്ടൽ, നമ്മളുടെ അനുസരിച്ചിട്ട് ഒരു കണക്ക് കൂട്ടൽ, ഇത്രത്തോളം അത്രത്തോളം എന്നില്ലേ, അതിനെയാണ് അന്താസ ലഗാന എന്ന് പറയുക. എങ്ങനെയാണത് ചെയ്തത്? ലേഖകനെ ബുഡിയാക്കെ ദുഃഖ ക അന്താസ ലഗാനെ കെ ലിയെ, ബുഡിയാക്കെ ഇവരുടെ ദുഃഖം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലേഖകൻ അപ്പനെ പടോസ് മേ രഹനെ വാലി ഏക് സംഭ്രാന്ത് മഹിളക്കോ യാദ് കിയ, തൻ്റെ അയൽവാസിയായിട്ടുള്ള ഒരു സംഭ്രാന്ത് മഹിള പറഞ്ഞാൽ ഒരു സമ്പന്നയായിട്ടുള്ള ഒരു സ്ത്രീയെ ഓർമ്മിച്ചു. ഉസ് മഹിള കാ പുത്ര പിछले वर्ष चल बसा था, ആ സ്ത്രീൻ്റെ മകൻ കഴിഞ്ഞ വർഷം മരിച്ചുപോയിരുന്നു. തബ് വഹ മഹിള 2.5 മാസ് തക് പലങ് പർ പടി രഹി തീ, അപ്പം എന്താ സംഭവിച്ചത്? ആ സ്ത്രീ 2.5 മാസം വരെ കട്ടിലിൽ തന്നെയായിരുന്നു. ഉസേ അപ്നെ പുത്ര കി യാദ് മേ മൂർച്ച ആ ജാതി തീ, ആ സ്ത്രീന് അവരുടെ മകനെ ആലോചിച്ചിട്ട് മൂർച്ച ആ ജാതി തീ, ബോധം പോകുമായിരുന്നു. അവർ മൂർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലകറങ്ങി വീഴുക അല്ലെങ്കിൽ ബോധം പോകുക, ബേഹോഷ് ഹോന എന്നും പറയാം, അൺകോൺഷ്യസ്, അബോധാവസ്ഥ എന്ന് പറയാം. വഹ ഹർ 15 മിനിറ്റ് ബാദ് മൂർച്ഛിത് ഹോ ജാതി തീ, ഓരോ 15 മിനിറ്റ് കഴിയുമ്പോഴും അവർ അബോധാവസ്ഥയിലാവുമായിരുന്നു, അവരുടെ ബോധം പോവുമായിരുന്നു. ദോ ഡോക്ടർ ഹമേഷ ഉസ്കെ സിർ ഹാനെ ബേട്ടെ രഹാ കർത്തേ തേ, 2 ഡോക്ടേഴ്സ് അവരുടെ തലയ്ക്കരികിൽ എന്നും ഇരിക്കുമായിരുന്നു. ഉസ്കെ മാഥേ പർ ഹമേഷ ബർഫ് കി പട്ടി രഖി രഹത്തി തീ, അവരുടെ നെറ്റിയിൽ, മാഥ എന്ന് വെച്ചാൽ നെറ്റി, ഫോർഹെഡ്, എന്നും ഐസിൻ്റെ പട്ടി വയ്ക്കുമായിരുന്നു. പറഞ്ഞാൽ നമ്മൾ ഫീവറൊക്കെ ഉള്ള സമയത്ത് വെക്കില്ലേ, അതാണ്. പുത്രശോക് മനാനെ കെ സിവായ് ഉസെ കോയി ഹോഷ് ഹവാസ് നഹി താ, പുത്രശോകം ആചരിക്കുന്നത് കൂടാതെ അവർക്ക് വേറെ ഒരു ബോധവും ഇല്ലായിരുന്നു. ഹോഷ് ഹവാസ് നഹീത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോധവും വേറെ പണിയും ഒന്നും ഇല്ലായിരുന്നു. പറഞ്ഞാൽ അവർ പുത്രൻ്റെ ദുഃഖത്തിൽ എന്നും ഇങ്ങനെ ദുഃഖിച്ച് അവിടെ ഇരിക്കുമായിരുന്നു, വേറെ ഒന്നും ചെയ്യില്ലായിരുന്നു. നാഹി കോയി ജിമ്മേവാരി തീ, വേറെ ഉത്തരവാദിത്വങ്ങളും ഒന്നും ഇല്ലായിരുന്നു അവർക്ക്. ജിമ്മേവാരി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി. उस महिला के दुख की तुलना करते हुए उसे अंदाज़ा हुआ कि इस गरीब बुढ़िया का दुख भी कितना बड़ा होगा. അപ്പോൾ നമ്മുടെ ലേഖകന് ആ സ്ത്രീയുടെ ദുഃഖത്തിന് നമ്മളുടെ ഈ സ്ത്രീ കർബൂജ വിൽക്കുന്ന സ്ത്രീൻ്റെ ദുഃഖത്തോട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് മനസ്സിലായി, അന്താജ ഹുവ പറഞ്ഞാൽ അയാൾക്ക് അതിൻ്റെ ഒരു കണക്ക് അയാൾക്ക് മനസ്സിലായി. ഇസ് ഗരീബ് ബുഡിയ കാ ദുഃഖ് ബി കിത്ന ബഡാ ഹോഗ, ഈ പാവപ്പെട്ട സ്ത്രീൻ്റെ ദുഃഖവും എത്ര വലുതാണ് എന്ന് മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യൻ, ഇസ് പാഠ് കാ ശീർഷക് ദുഃഖ് കാ അധികാർ കഹാൻ തക് സാർത്ഥക് ഹെ, ഈ പാഠത്തിൻ്റെ ശീർഷക്, ടൈറ്റിൽ, ഇതിൻ്റെ പേര് ദുഃഖ് കാ അധികാർ എന്നത് എത്രത്തോളം മീനിങ് ഫുള്ളാണ്, ഇതിന് എത്രത്തോളം യോജിച്ചതാണ്, സ്പഷ്ട് കീജിയെ. ദുഃഖ് കാ അധികാർ കഹാനി കോ പഠിക്കർ ऐसा लगता है कि ദുഃഖ് കാ അധികാർ എന്ന കഥ വായിച്ചിട്ട് ഇങ്ങനെ തോന്നുന്നു, എന്നാൽ സംഭ്രാന്ത് വ്യക്തിയോं का दुख ज़्यादा भारी होता है, സംഭ്രാന്തി വ്യക്തി, സമാജത്തിൽ ബഹുമാനിക്കപ്പെടുന്ന ആദരണീയരായിട്ടുള്ള പറഞ്ഞാൽ വലിയ ആൾക്കാർ, അങ്ങനത്തുള്ള വ്യക്തികളുടെ ദുഃഖം കൂടുതൽ ഒരു വെയിറ്റ് ഉള്ളതാണ്. ഭാര്യ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഉള്ളത്, അതിൻ്റെ അർത്ഥം എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നതാണ്, അത് കൂടുതൽ, അതിന് വിലയുണ്ട്, അതിൻ്റെ അർത്ഥം. ഉन्हें ദുഃഖ് വ്യക്ത് करने का अधिकार है, അവർക്ക് അവരുടെ ദുഃഖം വ്യക്തമാക്കാനുള്ള അധികാരമുണ്ട്. उनके दुख को देखकर आसपास के लोग भी दुखी ही नहीं होते बल्कि उनके प्रति सहानुभूति दर्शाते हैं. അവരുടെ ദുഃഖങ്ങൾ കണ്ടിട്ട് ആസ്പാസ് കെ ലോഗ്, അടുത്തുള്ള ആൾക്കാർ, ജനങ്ങൾ, ദുഃഖി ഹി നഹി ഹോത്തെ, ദുഃഖിതരാവുക മാത്രമല്ല, ബൽക്കി ഉൻകെ പ്രതി സഹാനുഭൂതി ദർശാത്തെ ഹെ, അവരുടെ മേലെ സഹാനുഭൂതിയും കൂടി അവർ കാണിക്കുന്നുണ്ട്, സിമ്പതി കൂടെ കാണിക്കുന്നുണ്ട്. ठीक उसी प्रकार के दुख से जब कोई गरीब दुखी होता है, അതേപോലുള്ള ദുഃഖം ഒരു ദരിദ്രരായിട്ടുള്ള ഒരു പിന്നെ പൈസയൊന്നും ഇല്ലാത്ത ഒരാളുടെ ഫാമിലിയിൽ ഒരാൾക്ക് വരുന്ന സമയത്ത് ഉസ്കാ ഉപഹാസ് ഹി നഹി ഉഡാത്തെ ഹെ, അവരെ പരിഹസിക്കുക മാത്രമല്ല, ഉപഹാസ് ഉഡാനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പരിഹസിക്കുക, അത് മാത്രമല്ല, ബൽക്കി ഉസ്സെ ഘൃണാഭി പ്രകട് കർത്തെ ഹെ, അവരെ നോക്കിയിട്ട് ഒരു അറപ്പ് പോലെ സംസാരിക്കുക കൂടി ചെയ്യും, പറഞ്ഞാൽ ഒരു അറപ്പായിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യും. वे तरह की बातें बनाकर उस पर कटाक्ष करते हैं, वे
തര തരക്കി എന്ന് വരണം കേട്ടോ, 2 പ്രാവശ്യം വരണം അവിടെ, എന്നാലേ ആ സെൻറ്റൻസ് കറക്റ്റായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അവർ തര തരക്കി ബാത്തേ ബനാക്കർ പറഞ്ഞാൽ ഓരോ തരത്തിലുള്ള പിന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ മേലെ ഓരോ തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഉസ്പർ കടാക്ഷ് കർത്തേ ഹെ പറഞ്ഞാൽ അതിനെ പരിഹസിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ പറയും. കടാക്ഷ് കർണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർക്കാസ്റ്റിക് ആയിട്ടെന്ന് പറയില്ലേ, ഒരു പരിഹാസ രൂപേണ സംസാരിക്കും. മാനു ഗരീബ് കോ ദുഃഖ് മനാനെ കാ കോയി അധികാർ ഹി നഹി. ഇവർ പറയണത് കേട്ടാൽ തോന്നും ഒരു പാവപ്പെട്ട ആൾക്കാർക്ക് പിന്നെ ദുഃഖം ആചരിക്കാനുള്ള അധികാരമേ ഇല്ലാത്ത പോലെ അവർ സംസാരിക്കും ജനങ്ങൾ. ഇസ് പാഠ് കി പൂരി കഹാനി ഇസി ദുഃഖ് കെ ആസ്പാസ് ഘൂംതി ഹെ. അപ്പോൾ ഈ പാഠത്തിൻ്റെ മുഴുവൻ കഥയും എന്താണ്, ഈ ദുഃഖത്തിൻ്റെ പിന്നെ ആ അടുത്തുകൂടി തന്നെ അതിൻ്റെ തന്നെ റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. അതഹ ഈ ശീർഷക് പൂർണ്ണതയാ സാർത്ഥക് ഹെ. അതിൻ്റെ അർത്ഥം എന്താണ്, ഇതിൻ്റെ ഈ ടൈറ്റിൽ, ഈ പേര് മുഴുവനായിട്ടും അതിന് യോജിച്ചതാണ്. അടുത്തത് നിമ്നലിഖിത് കെ ആശയ സ്പഷ്ട കീജിയെ. താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള സെൻറ്റൻസാണ്. അതിൻ്റെ ആശയം വ്യക്തമാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ജैसे വായു की ലഹरें കട്ടി हुई पतंग को सहसा ഭൂമി पर नहीं गिर जाने देती. എങ്ങനെയാണോ വായു की ലഹരെ എന്ന് വെച്ചാൽ കാറ്റ് തന്നെയാണ്. കട്ടി हुई पतंग को ചരടിന്ന് മുറിഞ്ഞു വന്ന കൈറ്റിനെ, പട്ടത്തിനെ, സഹസ ഭൂമി पर नहीं गिर जाने देते പെട്ടെന്ന് ഒരേ അടി ഭൂമിയിൽ വീഴാൻ സമ്മതിക്കാത്തത്. उसी तरह खास परिस्थितियों में हमारी पोशाक हमें झुक सकने से रोक रहती है. അതേപോലെ തന്നെ നമ്മളുടെ പരിസ്ഥിതികൾ, നമ്മളുടെ ഒരു പ്രത്യേക പരിസ്ഥിതികൾ, പ്രത്യേക ഓരോ സിറ്റുവേഷനിൽ നമ്മൾ നമ്മുടെ പോഷാക്ക്, നമ്മളുടെ ഡ്രസ്സ്, നമ്മുടെ വസ്ത്രം ഹമേ ജുക്ക് സക്നേസെ നമ്മളൊന്ന് താഴ്ന്ന് പ്രവർത്തിക്കുന്നതിന് നമ്മളെ തടഞ്ഞു നിർത്തുന്നു. അപ്പോൾ ഇതിൻ്റെ ആശയം വ്യക്തമാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ലേഖക് കഹന ചാഹത്താ ഹെ കി, ലേഖക് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹമാരി പോഷാക്ക് ഓർ ഹമാര ഹൈസിയത്ത് ഹമേ നീച്ചെ ഗിർനെ ഓർ ജുക്നെ സെ റോക്തി ഹെ. നമ്മളുടെ വസ്ത്രവും നമ്മളുടെ ഹൈസിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ യോഗ്യത, നമ്മുടെ കപ്പാസിറ്റി, നമ്മുടെ വസ്ത്രവും നമ്മുടെ കപ്പാസിറ്റിയും ഹമേ നീച്ചെ ഗിർനെ നമ്മൾ ഇനിയും കൂടി താഴെ വീഴുന്നതിനെന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ കുറച്ചും കൂടി താഴുന്നതിന്, ഓർ ജുക്നെ സെ, ജുക്ന എന്ന് വെച്ചാലും താഴുക എന്ന് തന്നെയാണ് അർത്ഥം. സേ റോക്തി ഹെ നമ്മളെ തടഞ്ഞു നിർത്തുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മളുടെ യോഗ്യതയെക്കാട്ടിലും കുറച്ചും കൂടി താഴ്ന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുന്നതിനെ നമ്മളെ തടയുന്നു. എന്താണ്, വസ്ത്രം. ജിസ് പ്രകാർ ഹവാക്കി ലഹരെ പതംഗ് കോ ഏകദം സീതെ നീച്ചെ നഹി ഗിർനെ ദേത്തി. ഏത് വിധത്തിലാണോ ഹവാക്കി ലഹരെ പറഞ്ഞാൽ കാറ്റ് പട്ടത്തിനെ ഏകദം ഒരേ അടി സീതെ നീച്ചെ നഹി ഗിർനെ ദേത്തി ഒരേ അടി താഴേക്ക് വീഴാൻ സമ്മതിക്കാത്തത്. ഭൽക്കി ധീരെ ധീരെ ഗിർനെ കി ഇജാസത്ത് ദേത്തി ഹെ. എന്നാൽ പതുക്കെ അത് വീഴാനുള്ള പെർമിഷൻ കൊടുക്കുന്നു. ഇജാസത്ത് എന്ന് പറഞ്ഞാൽ പെർമിഷൻ, അലോ ചെയ്യുക. ടീക്ക് ഉസി പ്രകാർ അതേപോലെ തന്നെ ഹമാരി പോഷാക് നമ്മളുടെ വസ്ത്രം ഹമേ അപ്നേസെ നീച്ചി ഹൈസിയത്ത് വാലോസെ നമ്മളെക്കാട്ടിലും താഴ്ന്ന യോഗ്യതയുള്ള ആൾക്കാരോട് ഏകദം മിൽനെ ജുൽനെ നഹി ദേത്തി ഒരേ അടി പോയി അവരുടെ അടുത്ത് മിങ്കിളാവാൻ സംസാരിക്കാനുള്ള മനസ്സ് തരുന്നില്ല, നമ്മളെ അനുവദിക്കില്ല. അത് ഹമേ ഉൻസെ മിൽനേസെ സങ്കോച് ഹോത്താ ഹെ നമ്മൾക്ക് അവരുടെ അടുത്ത് സംസാരിക്കാൻ സങ്കോചമുണ്ടാകും. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻകെ ലിയെ ബേട്ടാ ബേട്ടി ഖസം ലുഗായി ധർമ്മ ഈമാൻ സബ് റോട്ടി കാ ടുക്കടാ ഹെ. ഇങ്ങനെയുള്ളവർക്ക് മകനാണെങ്കിലും മകളാണെങ്കിലും അല്ലെങ്കിൽ ഭർത്താവോ ഭാര്യയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ധർമ്മവും വിശ്വാസവും ആണെന്നുണ്ടെങ്കിലും എല്ലാം റോട്ടിക്ക ടുക്കടാ ഹെ. റൊട്ടിയുടെ കഷ്ണം തന്നെയാണ്, എല്ലാം ഭക്ഷണം തന്നെയാണ്. ഇതിൻ്റെ ആശയം വ്യക്തമാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ആശയ യഹ ഹെ കി, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഭൂക്ക ആദ്മി കോൺസ പാപ് നഹി കർത്ത. വിശപ്പുള്ള ഒരു മനുഷ്യൻ ഏത് പാപമാണ് ചെയ്യാത്തത് പറഞ്ഞാൽ അവരുടെ വിശപ്പടക്കാൻ അവരെന്ത് പാപവും ചെയ്യും എന്നാണ്. അർത്ഥാത്ത് മീൻസ് വഹ ഹർ പാപ് കർണിക്കോ തയ്യാർ രഹത്താ ഹെ. അങ്ങനെയുള്ളൊരു വ്യക്തി എന്ത് പാപം ചെയ്യാനും തയ്യാറായിരിക്കും, വിശപ്പുള്ള ഒരു വ്യക്തി. जिस विवश और लाचार व्यक्ति के पास घर में खाने के लिए एक दाना भी ना हो. എങ്ങനെയുള്ള വ്യക്തിയാണ് വിവശ് ഓർ ലാച്ചാർ, വിവശരായിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ദുഃഖിതരായിട്ടും, പിന്നെ ലാച്ചാർ വ്യക്തി പറഞ്ഞാൽ വളരെ പാവപ്പെട്ടവരാണെന്ന് പറയുന്നത്. ലാച്ചാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽപ്ലെസ് ആയിട്ടുള്ളത്, ഒരു മാർഗവും ഇല്ലാതെ ആരും സഹായിക്കാനും ഇല്ലാത്ത ഒരു വ്യക്തി. അങ്ങനെ ഉള്ളവരുടെ വീട്ടിൽ ഘർ മേ ഖാനെ കെ ലിയെ ഏക് ദാന ബി നാ ഹോ, അങ്ങനെയുള്ള ഒരു വീട്ടിൽ കഴിക്കാൻ ഒരു
തരി പോലും ഇല്ല, ഒന്നുമില്ലാത്ത ഒരവസ്ഥ. വഹ് അപ്നെ സാരെ കർമ്മ റൊട്ടി കെ ഇന്തിസാം കെ ലിയെ ഹി കരേഗ. അവൻ അവൻ്റെ എന്ത് കർമ്മങ്ങളാണെങ്കിലും അവൻ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതെന്താണ്, അവൻ റൊട്ടിക്ക് വേണ്ടിയിട്ടായിരിക്കും ചെയ്യുക. ഇന്തിസാം കർണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവൻ റൊട്ടിക്ക് വേണ്ടി. റൊട്ടി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഭക്ഷണം. അവൻ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആദ്യം വിശപ്പടക്കണം, അതിന് ഭക്ഷണം വേണം. അപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഭക്ഷണത്തിന് വേണ്ടിയിട്ടായിരിക്കും ചെയ്യുക. റോട്ടി പാലേന ഹി ഉസ്കി പ്രാഥമികത ഹോഗി. അപ്പോൾ ഭക്ഷണം കിട്ടണതായിരിക്കും അവൻ്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം. പ്രാഥമികത എന്ന് വെച്ചാൽ പ്രയോറിറ്റി. ഇസ് പ്രാഥമികത കെ ലിയെ വഹ ഹർ തരഹ കെ കർമ്മ കർനെ കോ തയ്യാർ रहता है. അതിനുവേണ്ടി എങ്ങനെയുള്ള ജോലി ചെയ്യാനും അവർ തയ്യാറായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഷോക്ക് കർനെ ഗം മനാനെ കെ ലിയെ ബി സഹൂലിയത്ത് ചാഹിയേ. ദുഃഖിക്കാനും പിന്നെ ദുഃഖം ആചരിക്കാനും ഒക്കെ സഹൂലിയത്ത് ചാഹിയെ, സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഫെസിലിറ്റീസ്, സുവിധ എന്നും പറയും ഹിന്ദിയിൽ, വേണം. ഓർ ദുഃഖി ഹോനെ കാ ബി ഏക് അധികാർ ഹോത്താ ഹെ. ദുഃഖിക്കാനും എന്താണ്, ഒരു അധികാരം വേണം. ഇതിൻ്റെ ആശയം, लेखक संभ्रांत महिला और गरीब बुढ़िया दोनों के दुख मनाने का ढंग को देखकर सोचता है. ലേഖകൻ ആ സമ്പന്നയായിട്ടുള്ള മഹിള, ആ സ്ത്രീയും പിന്നെ ഗരീബ് ബുഡിയ, ഈ പാവപ്പെട്ട സ്ത്രീയും വയസ്സായ സ്ത്രീയും, ഇവർ രണ്ടുപേരുടെയും ദുഃഖം ആചരിക്കുന്ന രീതി, മനാനേക്ക ഢങ് രീതി, കോ ദേക്കർ അത് കണ്ടിട്ട്, സോസ്താ ഹെ ആലോചിക്കുകയാണ്. ദുഃഖ് പ്രകट करने के लिए और मृत्यु का शोक प्रकट करने के लिए भी मनुष्य को सुविधा होनी चाहिए. ദുഃഖേ പ്രകട്ടല്ല, ദുഃഖ് പ്രകട്ട് കേട്ടോ. ദുഃഖ് പ്രകട്ട് കർണേ കെ ലിയെ, ദുഃഖം പ്രകടിപ്പിക്കാനും, മൃത്യു കാ ശോക് പ്രകട്ട് കർണേ മരണത്തിൻ്റെ ശോകം പ്രകടിപ്പിക്കാനും, മനുഷ്യന് സുവിധ ഹോനി ചാഹിയേ ഫെസിലിറ്റീസ് വേണം, സൗകര്യങ്ങൾ വേണം. ഉസ്കെ പാസ് ഇത്നാ ധൻ സാധൻ ഓർ സമയ ഹോനാ ചാഹിയേ. അവരുടെ അടുത്ത് ഇത്രയും ധനവും പിന്നെ സാധനവും പറഞ്ഞാൽ അതിൻ്റെ വേണ്ട സൗകര്യങ്ങളും സമയവും എല്ലാം വേണം അവരുടെ അടുത്ത്. പറഞ്ഞാൽ ഇപ്പോൾ ദുഃഖമാണ്, കുറച്ച് ദിവസം അവർ പറഞ്ഞാൽ ഒന്നും ഓഫീസിലൊന്നും പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും അവരെ നോക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലെ ചിലവ് കഴിയാനുള്ള പൈസയും അതിനുള്ള ബാക്കിയുള്ള സാധനങ്ങളും സമയവും എല്ലാം വേണം. അങ്ങനെയുള്ള ഒരാൾക്കേ ദുഃഖിക്കാനുള്ള അധികാരമുള്ളൂ എന്നാണ് പറയുന്നത്. കി ദുഃഖ കെ ദിനോമേ ഉസ്കാ കാം ചൽ ജായ്. ദുഃഖത്തിൻ്റെ ദിവസങ്ങളിൽ അവരുടെ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സൗകര്യങ്ങൾ അവരുടെ വീട്ടിൽ ഉണ്ടാവണം. ഡോക്ടർ ഉസ്കി സേവ കർ സക്കെ. അപ്പം അതിൻ്റെ കൂടെ എന്താ വേണ്ടത്, ഒരു ഡോക്ടർ അവർക്ക് വേണ്ട സേവ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും വേണം. ഉസ് പർ ഘർ കെ ബച്ചോ കെ ഭരൺ പോഷൻ കി ജിമ്മേദാരി ന ഹോ. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് വീട്ടിലെ കുട്ടികളെയൊക്കെ നോക്കണ്ട അല്ലെങ്കിൽ അവരെയൊക്കെ നോക്കി നടപ്പിലാക്കേണ്ട അങ്ങനത്തുള്ള റെസ്പോൺസിബിലിറ്റി ഒന്നും ഉണ്ടാവാൻ പാടില്ല. ആശയ യഹ ഹെ. മൊത്തത്തിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഗരീബ് ലോഗ് മജ്ബൂരി കെ കാരൺ ഠീക്ക് സേ ഷോക് ബി നഹി മനാ പാത്തേ. പാവപ്പെട്ട മനുഷ്യർ മജ്ബൂരി കെ കാരൺ നിവൃത്തികേട് കൊണ്ട്, അവർക്ക് നിവൃത്തിയില്ലാതെ വേറൊരു മാർഗ്ഗമില്ലാതെ, ഠീക്ക് സേ നല്ലതായി ശരിയായിട്ട്, ഷോക് ബി നഹി മനാ പാത്തേ പറഞ്ഞാൽ ദുഃഖം കൂടി ആചരിക്കാൻ സാധിക്കില്ല അവർക്ക്. ഉൻകി മജ്ബൂരിയ അവരുടെ നിവൃത്തികേടുകൾ, മജ്ബൂരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ നിവൃത്തികേടുകൾ, ഉനെ പരിശ്രം കർണേ കെ ലിയെ അവർക്ക് പിന്നെയും പരിശ്രമിക്കാൻ പറഞ്ഞാൽ പിന്നെയും അവരെ ജോലി ചെയ്യാൻ ബാധ്യ കർ ദേത്തി ഹെ പ്രേരിപ്പിക്കുന്നു, അവരെ പറഞ്ഞാൽ അവർ ജോലി ചെയ്യേണ്ടി വരുന്നു അവർക്ക്, അങ്ങനെയുള്ളൊരു ബാധ്യത അവർക്ക് ആവുന്നു. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ഗ്രാമറാണ്, അത് സെക്കൻഡ് പാർട്ടായിട്ട് ഇടുന്നുണ്ട്.